മറുനാട്ടിലെത്തി സ്വന്തമായി വിജയഗാഥകൾ രചിച്ച ഒട്ടനവധി മലയാളികൾ ഇന്ന് നമുക്കുണ്ട്. എന്നാൽ അവർക്കും മീതെ സഞ്ചരിച്ച ഒരാളാണ് സ്ട്രോംബോളി ഡ്രീം കിച്ചന്റെ ഡയറക്ടർ കൂടിയായ TS മോഹൻദാസ്. നമസ്കാരം, എൻ്റെ പേര് മോഹൻദാസ്. ഞാൻ പാലക്കാട് ജില്ലയിലുള്ള മണ്ണാർക്കാട് എന്ന സ്ഥലത്തു നിന്നാണ്. ഏതാണ്ട് 40 വർഷം മുമ്പ്, ഐ തിങ്ക് 1970 ഇവിടെ ബാംഗ്ലൂർ വന്നു. അതിനുശേഷം ചില ജോലികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പം നൗ ഐ എം സ്റ്റാൻഡ്സ് ആസ് വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ഓഫ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പിന്നെ വേറെ 2-3 സംഗതികളൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാമാന്യം. കേരളത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ യുവത്വ സഹജമായ ചുറ്റുപാടുകളുമായി ശക്തമായ തേരോട്ടം നടത്തിയ SFIയുടെ നേതൃനിരയിൽ ഏറെ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള മോഹൻദാസ് എന്ന ചെറുപ്പക്കാരൻ മലയാളത്തിൽ നിന്നും മറുനാട്ടിലെത്തി തന്റെ പുത്തൻ വിജയചരിത്രം എഴുതി ചേർത്ത കഥ ഇങ്ങനെ വിവരിക്കുന്നു. കർണാടകത്തിലെത്തുന്ന ഏതൊരു മലയാളിയും ഭാഷയ്ക്കും വേഷത്തിനും ജാതിക്കും അതീതരായി മാറുന്ന കാഴ്ച പലപ്പോഴും ദൃശ്യമാണ്. ബാംഗ്ലൂരിൽ ആദ്യമായി എത്തിച്ചേരുമ്പോൾ അവിടെ അച്ഛന്റെ സുഹൃത്തിന്റെ സഹായത്താൽ ഒരു ചെറിയ ജോലി ലഭിച്ചു. 100 രൂപ ശമ്പളത്തിലായിരുന്നു ജോലി നോക്കിയിരുന്നത്. 3 വർഷം കൊണ്ട് നല്ല ശമ്പളമായി. പിന്നീട് മറ്റൊരു ഫാബ്രിക്കേഷൻ യൂണിറ്റിൽ ചേർന്നു. ത്രിവേണി എഞ്ചിനീയറിംഗ് വർക്സിൽ പർച്ചേസ് ഓഫീസറായി കുറെ കാലം ജോലി നോക്കി. അതിനുശേഷമാണ് സ്വന്തമായി ബിസിനസ് എന്ന ആശയം മനസ്സിൽ ഉദിക്കുന്നതും ആരംഭിക്കുന്നതും. ഞാൻ ഒരു വിദ്യാർത്ഥി സംഘടനയിലെ SFIൻ്റെ ഒരു സംസ്ഥാന പ്രതിനിധിയൊക്കെ ആയിരുന്നു. പക്ഷേ ആ ചുറ്റുപാടിലാണ് ഞാൻ ഇവിടെ വരുന്നത്. പഠിത്തമൊക്കെ നിർത്തി ഇങ്ങോട്ട് വരേണ്ട ഒരു സ്വഭാവം വന്നു. അങ്ങനെ ഇവിടെ വന്ന് അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് എനിക്കൊരു ചെറിയ ജോലി, അതായത് അന്നത്തെ കമ്പനി, ആ പേര് മെറ്റൽ ലാംപ് ക്യാപ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഒരു പർച്ചേസ് ട്രെയിനി ആയിട്ട്
100 രൂപ ശമ്പളത്തിൽ ഞാൻ ചേരുകയായിരുന്നു. പിന്നെ ഓക്കെ, നമ്മുടെ പ്രത്യേക ആറ്റിറ്റ്യൂഡോ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പണിയോ ഉണ്ടായിരിക്കണം. കമ്പനി ഗേവ് മീ പ്രൊമോഷൻസ്, ഇൻക്രിമെൻറ്റ്സ് ആൻഡ് ലൈക്ക് ദാറ്റ്. ഒരു 3 വർഷം കൊണ്ട് ഏതാണ്ട് നല്ലൊരു സാലറിയിൽ എത്താൻ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം എൻ്റെ വേറൊരു കമ്പനിയിൽ ചേർന്നു. പിന്നെ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ കമ്പനിയായിരുന്നു, പക്ഷേ അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ കമ്പനിയായിരുന്നു. അവിടെ വർക്ക്സ് മാനേജറായിട്ട് ചേർന്നു. ഇറ്റ് വാസ് എ ഫാബ്രിക്കേഷൻ യൂണിറ്റ്. അവിടെയും നല്ല നിലയ്ക്ക് പ്രവർത്തിക്കാനും കഴിഞ്ഞു. പിന്നെ അത് വിട്ടിട്ടാണ് പിന്നെ നല്ലൊരു കമ്പനിയിലേക്ക് ഞാൻ കയറിയത്, ത്രിവേണി എഞ്ചിനീയറിംഗ് വർക്ക്സ്. ആ ത്രിവേണി എഞ്ചിനീയറിംഗ് വർക്ക്സിൽ കയറി ദേർ ഐ വാസ് എ പർച്ചേസ് ഓഫീസർ. അങ്ങനെ കുറച്ച് കാലം വർക്ക് ചെയ്തപ്പോൾ തോന്നി ഇനി എന്തെങ്കിലും സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം എന്ന് വെച്ച് സ്വന്തമായിട്ടുള്ള പ്രോഗ്രാം തുടങ്ങി. ഇപ്പോൾ ഈ സ്വന്തമായിട്ട് തുടങ്ങുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു വെച്ചാൽ, നമ്മളെപ്പോലുള്ള ഒരുപാട് മലയാളികൾ ഇവിടെ വരാനും അവർക്ക് ഗൈഡ് ചെയ്യാൻ പോലും ആളില്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ എന്നെ ഗൈഡ് ചെയ്ത് എനിക്കൊരു ജോലി കിട്ടി, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പലരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേർക്ക് ഇവിടെ വരാനും പല കമ്പനികളിൽ ജോയിൻ ചെയ്യാനും ഞാൻ സഹായിച്ചു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ വന്ന് ടുഡേ ഇന്നിപ്പം ഒരു കമ്പനിയുടെ, ഒരു മൾട്ടിനാഷണൽ മൾട്ടി പ്രോഡക്റ്റ് കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡൻറ്റ് മാർക്കറ്റിംഗ് ആണ് ഒന്ന്. 2, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മിസ്റ്റർ ഫിലിപ്പ്, ഈസ് വർക്കിംഗ് ഇൻ സൗദി, റിയാദ്. മൂപ്പരുടെ ഒരു ചെറിയൊരു ഫാക്ടറി ഇവിടെ ഫങ്ഷണൽ അല്ലായിരുന്നു, അതെടുത്ത് ശരിപ്പെടുത്തി ഇപ്പം വി ആർ ഹാവിങ് അറൗണ്ട് 17 വർക്കേഴ്സ് ആൻഡ് വി ഹാവ് എന്താ പറയേണ്ട ഒരു നല്ല പ്രോഡക്റ്റ് എടുത്ത് ഞങ്ങൾക്ക് ചെയ്യാമെന്ന്. ആ ഇതിലാണ് ഞങ്ങൾ പുതിയ കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്യുന്നത്.